കുടുംബശ്രീ ശാരദ ഏപ്രിൽ 20 മുതൽ രാത്രി 7:30-ക്കില്ല. അതിനു പകരം പുതിയ സീരിയൽ വല്യേട്ടനാണ്. കുടുംബശ്രീ ശാരദ തീരാൻ പോവാണോ? ഇനി വെറും 7 ദിവസം മാത്രമേ ഉള്ളൂ? ക്ലൈമാക്സ് ആവാൻ പോവാണോ? അതോ ഇതിന് ടൈം എടുത്ത് വേറെ എങ്ങോട്ടെങ്കിലും മാറ്റിയോ? പുതുതായിട്ട് വല്യേട്ടൻ എന്ന് പറയുന്ന സീരിയൽ വരുവാണെങ്കിൽ പിന്നെ വേറെ ഏത് സീരിയലാണ് അപ്പൊ തീർന്നത്? കുടുംബശ്രീ ശാരദ തീർന്നില്ലേ? സി കേരളത്തിലെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള സീരിയലാണ് കുടുംബശ്രീ ശാരദ. അപ്പൊ പിന്നെ ആ സീരിയൽ തീരാൻ പോവാണോ, അല്ലെങ്കിൽ തീരാറായോ? അതിന്റെ കഥയൊക്കെ, അതിന്റെ അപ്ഡേറ്റുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൂൺലൈറ്റ് മീഡിയ മാക്സ്. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ സീരിയലിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോ നമുക്കറിയാം, നമ്മുടെ സി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നതും സി കേരളത്തിലെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടുന്നതുമായിട്ടുള്ള സീരിയലാണ് കുടുംബശ്രീ ശാരദ. ഏതാണ്ട് 3 പോയിന്റിന് പുറത്ത് റേറ്റിംഗ് കിട്ടുന്ന ഒരു സീരിയലാണ്. 4 പോയിന്റ് അടുപ്പിച്ച് വരാറുമുണ്ട്. അപ്പോൾ ഈ കുടുംബശ്രീ ശാരദ ടെലികാസ്റ്റ് ചെയ്യുന്നത് എല്ലാ ദിവസവും രാത്രി 7:30-ക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പോ ഏപ്രിൽ 20 മുതൽ പുതിയൊരു സീരിയൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വല്യേട്ടൻ എന്നാണ് അതിന്റെ ടൈറ്റില്. ഒരു വല്യേട്ടനും 4 സഹോദരിമാരുടെയും കഥയാണ്. വല്യേട്ടന് ഒരു ചെറിയ ലൈനൊക്കെ ഉണ്ട്. നല്ലൊരു കഥ. ഒരു കുടക്കീഴിൽ നിൽക്കുന്ന 4 അനിയത്തിമാരെ നോക്കി കുടയായിട്ട് നിൽക്കുന്ന ഒരു ഏട്ടൻ, ആ ഒരു കഥയാണ്. അപ്പൊ ഈ സീരിയലിന് അവർ കൊടുത്തിരിക്കുന്ന സമയം 7:30-യാണ്. 7:30-ആണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ ദിവസവും ഉണ്ടായിരിക്കും കേട്ടോ. 7:30-ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ പിന്നെ കുടുംബശ്രീ ശാരദ തീരാൻ പോവാണോ? അതിന്റെ ലക്ഷണം കണ്ടിട്ട് തീരാറായിട്ടൊന്നും ഇല്ലെന്നാണ് ഓഡിയൻസ് പറയുന്നത്. ഞാൻ റെഗുലറായിട്ട് കുടുംബശ്രീ ശാരദ ഫോളോ അപ്പ് ചെയ്യാറില്ല. സി കേരളത്തിലെ ചെമ്പരത്തി മാത്രമാണ് ഞാൻ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറെ ഒരു സീരിയലും സി കേരളത്തിലെ കാണാത്തതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. എന്നാലും അതിന്റെ സ്ഥിരം ഓഡിയൻസ് പറയുന്നത് സി കേരളത്തിലെ ഈ പറയുന്നത് പോലെ കുടുംബശ്രീ ശാരദ തീരാറായിട്ടില്ല, എന്തായാലും 7 ദിവസം കൊണ്ട് തീരാനുള്ള കഥയൊന്നും അതിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ പിന്നെ ദർ ഈസ് വൺ ആൻഡ് ഓൺലി ഓപ്ഷൻ. ടൈം ചേഞ്ച് ആയിരിക്കും നടക്കാൻ പോകുന്നത്. കുടുംബശ്രീ ശാരദയ്ക്ക് പുതിയൊരു സമയം കൊടുക്കും. ഏത് സമയമായിരിക്കും മക്കളെ കൊടുക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അപ്പൊ ഏതെങ്കിലും ഒരു സീരിയൽ തീരണ്ടേ? അറ്റ്ലീസ്റ്റ് വൈകിട്ട് 6:30-ക്ക് മാനത്തെ കൊട്ടാരം, 7 മണിക്ക് അകലെ, 7:30-നാണ് കുടുംബശ്രീ ശാരദ. അത് അവിടെ നിന്ന് മാറിയിട്ടാണല്ലോ വല്യേട്ടൻ വരുന്നത്. അപ്പൊ 7:30-ക്ക് വല്യേട്ടൻ, 8 മണിക്ക് ചെമ്പരത്തി 2, 8:30-ക്ക് ദുർഗ, 9 മണിക്ക് സ്നേഹപൂർവ്വം ശ്യാമ, 9:30-ക്ക് മാംഗല്യം, 10 മണിക്ക് കൃഷ്ണഗാഥ. ഇത്രയും സീരിയൽസ് ആണല്ലോ ഇപ്പൊ നമ്മുടെ സി കേരളത്തിലുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും സീരിയൽ തീരുവാണോ എന്നാണ് എൻ്റെ ഡൗട്ട്. മാനത്തെ കൊട്ടാരമാണ് നിലവിൽ സി കേരളത്തിലുള്ള ഏറ്റവും റേറ്റിംഗ് കുറവുള്ള സീരിയൽ മാനത്തെ കൊട്ടാരമാണ്. പിന്നെ അകലേക്ക് റേറ്റിംഗ് ഉണ്ട്, കുടുംബശ്രീ ശാരദയ്ക്ക് റേറ്റിംഗ് ഉണ്ട്, ചെമ്പരത്തിക്കും ദുർഗയ്ക്കും സ്നേഹപൂർവ്വം ശ്യാമയ്ക്കും മാംഗല്യത്തിനൊക്കെ ഉണ്ട് അല്ലേ? അപ്പൊ സ്നേഹപൂർവ്വം ശ്യാമ തീരാറായി എന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രൊമോസൊക്കെ ഞാൻ കാണാറുണ്ട്. തീരാറായെന്ന് തോന്നുന്നില്ല. മാംഗല്യവും സത്യങ്ങളൊക്കെ ഇനിയും പുറത്തു വരാനുണ്ട്. മാംഗല്യവും തീരാറായെന്ന് തോന്നുന്നില്ല. ദുർഗ ഇപ്പൊ തുടങ്ങിയ സീരിയലാണ്. 100-125 എപ്പിസോഡ് ആയതേ ഉള്ളൂ. കൃഷ്ണഗാഥ എനിക്ക് അറിയത്തില്ല, ഞാൻ ഫോളോ അപ്പ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. അകലെയും ഇപ്പൊ കുറച്ചായിട്ടല്ലേ ഉള്ളൂ. ആ സീരിയലും കഥയൊന്നും അങ്ങ് എത്തിയില്ല. അപ്പൊ പിന്നെ ആകെ ഉള്ളത് 6:30-യും 10 മണിയാണ്. മാനത്തെ കൊട്ടാരവും കൃഷ്ണഗാഥയാണ്. ഇനി ആ ഒരു സമയത്തിലേക്ക് ചേഞ്ച് ചെയ്യുമെന്തോ. പക്ഷെ അങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു നഷ്ടമായിരിക്കും. കാരണം സി കേരളത്തിലെ ഏറ്റവും കൂടുതൽ TRP കിട്ടുന്ന സീരിയലിനെ എടുത്ത് അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് അത് അഫക്റ്റ് ചെയ്യും. സി കേരളം പിടിച്ചു നിൽക്കുന്നതേ കുടുംബശ്രീ ശാരദയിലാണ്. മുൻപ് മിസ്സിസ് ഹിറ്റ്ലറും കൂടെ ഉണ്ടായിരുന്നു. ഈ കുടുംബശ്രീ ശാരദയ്ക്ക് മുന്നേ മിസ്സിസ് ഹിറ്റ്ലർ ആയിരുന്നു ഒന്നാം ടോപ്പിൽ നിന്നെന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ. അപ്പം ആ സീരിയൽസ് ഒക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന സീരിയൽസിനെ എടുത്ത് വേറെ അങ്ങും ഇങ്ങും ആയിട്ട് 2 ദിശയിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ TRP നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റേതെങ്കിലും സീരിയൽസിനെ ഇപ്പൊ തീർന്നിട്ട് ആ സോട്ടിലേക്ക് എടുത്തിട്ടിട്ട് ഇനി കുടുംബശ്രീ ശാരദ വേറെ അങ്ങോട്ടെങ്കിലും 8 മണിയിലോട്ടോ അല്ലെങ്കിൽ 7 മണിയിലോട്ടോ ഒക്കെ ആക്കുമോ എന്നൊന്നും അറിയത്തില്ല. നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾ സി കേരളത്തിലെ സീരിയൽസ് കാണുന്നവരാണെങ്കിൽ ഏത് സീരിയൽ ആയിരിക്കും തീരാൻ പോകുന്നത്? അങ്ങനെ ഇപ്പം അവസാനിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇനി അവസാനിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പുതിയൊരു സ്ലോട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ അതെവിടെ കൊണ്ട് കൊടുക്കുമെന്ന് എനിക്കൊരു പിടിയുമില്ല. ഞാൻ ഉറപ്പായിട്ടും അറിഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് വന്ന് പറയുന്നതായിരിക്കും. നിലവിൽ ഞാൻ അറിഞ്ഞിട്ടില്ല. ഇതുവരെയും കുടുംബശ്രീ ശാരദയുടെ പുതിയ സമയം അറിഞ്ഞിട്ടില്ല. എന്തായാലും 7:30-ക്ക് ഇനി ഇല്ല. ഏപ്രിൽ 20 മുതൽ 7:30-ക്ക് ഇല്ല. അത്ര മാത്രമേ എനിക്കറിയാവൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.